നല്ല പുഡിങ് പോലെയുള്ള നല്ല ക്രീമി ആയിട്ടുള്ളൊരു തൈര് ഒന്ന് റെഡിയാക്കിയാലോ. അതിനായിട്ട് 1/2 ലിറ്റർ പാല് നമുക്കൊരു പാനിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കണം. ഈ സമയത്ത് നമ്മൾ കൈ വെക്കാതെ ഇളക്കി കൊടുക്കണേ. പാല് നന്നായിട്ട് തിളച്ച് വന്നാൽ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ തിളപ്പിച്ചെടുക്കണേ. അതിനുശേഷം നമുക്കൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടുപ്പൊന്ന് മാറ്റി വെക്കാം. ചൂട് തഴയുന്ന വരെ ഒന്ന് ഇളക്കിയിട്ടാണ് തണുപ്പിച്ചെടുക്കേണ്ടത്. നേരിയൊരു ചൂടുള്ള സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പാലിന് നേരിയൊരു ചൂട് വേണേ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുക. അരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇങ്ങനെ അരിച്ചെടുക്കുന്ന പാല് നമുക്ക് ചൂടുള്ളൊരു സമയത്താണെങ്കിൽ നല്ലൊരു ചൂടുള്ള സ്ഥലത്തേക്കൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു 6 മണിക്കൂർ കൊണ്ട് സെറ്റായി കിട്ടുക. അല്ലെങ്കിൽ ഒരു 8-9 മണിക്കൂർ സെറ്റാകാൻ വേണ്ടി എടുക്കുക. നമ്മൾ 8 മണിക്കൂറിന് ശേഷം നല്ലൊരു അടിപൊളി പുഡിങ് പോലെയുള്ള തൈര് റെഡി ആയിട്ടുണ്ട്. നല്ല പുഡിങ് പോലെയുള്ള നല്ല ക്രീമി ആയിട്ടുള്ളൊരു തൈര് ഒന്ന് റെഡിയാക്കിയാലോ.